തുർക്കിയുടെ ജിയോഗ്രാഫിക്കൽ പൊസിഷൻ ഉണ്ടല്ലോ, ആ പൊസിഷന് ഒരു പ്രത്യേകത. ഇപ്പോൾ ഈ ഒരു ഭാഗം യൂറോപ്പിലും ഒരു ഭാഗം ഏഷ്യയിലും വേണമെങ്കിൽ കിടക്കുമെന്ന് പറയാം. അപ്പോൾ നാറ്റോയിൽ അംഗമായ തുർക്കി ഒരിക്കലും യൂറോപ്യൻ യൂണിയനിൽ അംഗമായിട്ടില്ല. അതിന് എന്താ കാരണം എന്ന് ചോദിച്ചാൽ യൂറോപ്യൻ യൂണിയൻ്റെ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അല്ല, യൂറോപ്യൻ യൂണിയൻ്റെ സ്റ്റാൻഡേർഡൊക്കെ മീറ്റ് ചെയ്തായിരുന്നു, പക്ഷേ അവർ അംഗമല്ല. എന്തായാലും കാരണം എന്ന് ആർക്കും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. യൂറോപ്യൻ യൂണിയനും കഴിയില്ല. ഇപ്പോൾ എർദോഗാൻ വന്നതിന് ശേഷം 10-25 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേണമെങ്കിൽ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റേറ്റ് ആണെന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാം. അവിടെ ഡെമോക്രസി ഇല്ല, മാധ്യമ സ്വാതന്ത്ര്യമില്ല, അപ്പോൾ ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്നൊക്കെ വാദിച്ച് വേണ്ടി തള്ളയാം. പക്ഷേ അതിന് മുമ്പ് അപ്പോൾ ഒരു രാജ്യം യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ല, അതേസമയം നാറ്റോയിൽ അംഗമാണെന്ന് വരുന്ന ഒരു വിചിത്ര അനുഭവമാണ് തുർക്കിക്കുള്ളത്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഇപ്പോൾ തുർക്കി ലോകത്തെ സൈനിക ശക്തിയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. ഈ സൈന്യത്തിൻ്റെ എണ്ണത്തിൻ്റെ സെക്കൻഡാണ് ഈ മേഖലയിൽ. ഈ പശ്ചിമേഷ്യ നോക്കുകയാണെങ്കിൽ നമ്പർ 1 ആണ് അവർ. അവരതിജയിക്കുന്ന വേറൊരു സൈന്യമില്ല. അങ്ങനെ ഒരു സൈന്യം ഉണ്ടായിട്ടും തുർക്കിയുമായി ഡിപ്ലോമാറ്റിക് റിലേഷൻ ഇസ്രായേലിനുണ്ട്. അവർ തമ്മിൽ ഇപ്പോൾ ഈ പറയുന്ന 2011 മാവി മർമര വിഷയത്തിന് ശേഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണം ഉണ്ടാവുന്നതിനപ്പുറം അതിന് മുമ്പ് അങ്ങനെ ഇവർ തമ്മിലൊരു ഒരസലുണ്ടായിട്ടേ ഇല്ല. പക്ഷേ ഈ പറയുന്ന സ്റ്റെൽത്ത് ഫൈറ്റർ അത് തുർക്കിക്ക് കിട്ടുന്നതോടുകൂടി ഈ മേഖലയിൽ ഇസ്രായേലിനുള്ള സുരക്ഷിതത്വം ഇല്ലാണ്ടാവുകയാണ് ശരിക്കും ചെയ്യുന്നത്. തുർക്കി അവരെ ആക്രമിക്കുകയില്ലേ, ഇപ്പോൾ ഫലസ്തീന് വേണ്ടി ഇവർ സൈനികമായിട്ട് രംഗത്ത് തുടങ്ങും, ഇറാനെ പോലെയായി മാറുമോ എന്നുള്ളതിനൊക്കെ അപ്പുറം അവരുടെ എക്സിസ്റ്റൻസിന് ഇല്ലാണ്ടാവുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ F-35 അവർക്ക് കിട്ടുന്നതോടുകൂടി ഇസ്രായേൽ പിന്നെ ഇല്ല. കാരണം അത് എപ്പോൾ ആക്രമിക്കുന്നു, ഒരു യുദ്ധം തുടങ്ങുന്നു എന്നുള്ള ഒരു സമയത്തിന് മാത്രം പ്രശ്നമേ ഉള്ളൂ. കാരണം ഇന്ന് ഇസ്രായേലിന് അവിടെ നിലനിൽക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ എയർ ഡിഫൻസ് സംവിധാനവും അവർ ഫൈറ്റർ ജെറ്റുകളുമാണ്. അതേ എയർ ഡിഫൻസ് സംവിധാനവും ഫൈറ്റർ ജെറ്റുകളും തുർക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാവും. ഒരു വശത്ത് ഇറാനും മറുവശത്ത് തുർക്കി എന്ന് പറയുന്നത്. ഏത് സമയവും അങ്ങനെ ഒരു യുദ്ധം പ്രതീക്ഷിക്കാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സെക്യൂരിറ്റി ത്രെറ്റാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് തുർക്കിക്ക് ആ സ്റ്റെൽത്ത് ഫൈറ്റർ കിട്ടുക എന്നുള്ളത്. അത് അവർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രംപ് ഇപ്പോൾ നാറ്റോ സമ്മിറ്റിൽ അനൗൺസ് ചെയ്തെങ്കിൽ പോലും അതിശക്തമായ ലോബിയിങ്ങിലൂടെ കോൺഗ്രസ്സിൽ അത് വോട്ട് ചെയ്ത ആ തീരുമാനം മറികടക്കാൻ ഇസ്രായേലിന് ഈസി ആയിട്ട് കഴിയും. കാരണം അതവർ തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ പല തീരുമാനങ്ങളും കോൺഗ്രസ് ലോബിയിങ്ങിലൂടെ അവരത് മാറ്റിയിട്ടുണ്ട്. ഇതും മാറ്റാനാണ് സാധ്യത കൂടുതൽ. അതിനപ്പുറം തുർക്കിയുമായി ഒരു കോൺഫ്രണ്ടേഷൻ, ഇപ്പോൾ സിറിയയുടെ കാര്യത്തിലാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിലാണ് തുർക്കിയായിട്ടൊരു കോൺഫ്രണ്ടേഷൻ ഇപ്പോൾ ഇസ്രായേൽ ആഗ്രഹിക്കുകയോ അത് ചെയ്യും, അങ്ങനെയൊന്നും ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ ഗസ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ ഏറ്റവും മോശം സമയത്താണല്ലോ കടന്നുപോയത് 2024 ശേഷം. അപ്പോൾ അത് സംഭവിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് വരെ എർദോഗാൻ്റെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ എന്താണ്? ഐ ആം ദ ലീഡർ ഓഫ് വെസ്റ്റ് ഏഷ്യ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൻ്റെ ലീഡർ ഞാനാണ്, അല്ലെങ്കിൽ തുർക്കിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. തുർക്കിക്ക് എർദോഗാന് വലിയ ഫാൻസ് ഉണ്ട്, കേരളത്തിൽ പോലും വലിയ ഫാൻസ് ഉണ്ട്. പക്ഷേ ഈ ജനസൈഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എർദോഗാൻ നിശബ്ദനായി നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഇതൊന്നും ഉണ്ടായില്ല. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രസ്താവന നടക്കും എന്നല്ലാതെ നമ്മൾ അതിനു മുമ്പുണ്ടായിരുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ എർദോഗാൻ്റെ ലക്ഷ്യം ഈ മൊത്തം വെസ്റ്റ് ഏഷ്യയിൽ ലീഡറാവുക എന്നതിനപ്പുറം AKP എന്ന് പറയുന്ന അവരുടെ പാർട്ടിയുടെ ഒരു ഐഡിയോളജി ഉണ്ട്. ആ പാർട്ടിയുടെ ഐഡിയോളജി ഒരു ഒട്ടോമൻ ലെഗസി ഉണ്ട്. ഈ കമാൽ അത്താതുർക്കിന് തൊട്ട് മുമ്പുള്ള ഉസ്മാനിയ സാമ്രാജ്യം, അതിൻ്റെ ആ ലെഗസി തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ അണികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എർദോഗാൻ അതാണ് ആഗ്രഹിക്കുന്നത്. അതിനപ്പുറം അതിൻ്റെ അന്നത്തെ സ്വാധീന മേഖലകളായ മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക, അല്ലെങ്കിൽ ഈ പറയുന്ന കൊക്കേഷ്യ, അസർബൈജാൻ, അർമേനിയ, ഈ ഏരിയകളിലൊക്കെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക. അതിനപ്പുറം നമ്മുടെ ഒരു നാഷണൽ പ്രൈഡ്, നാഷണൽ ഐഡൻറ്റിറ്റി അതിൻ്റെ മേളിൽ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതാണ് ഗസയിൽ കുഞ്ഞുങ്ങൾ ചാവുമ്പോഴേക്കും തുർക്കി ഉടൻ തന്നെ യുദ്ധത്തിന് ഇറങ്ങി വരും എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന മണ്ടത്തരാണ്. ഇറാനുള്ള അത്ര കമ്മിറ്റ്മെൻറ്റ് തുർക്കി ഒരിക്കലും ഈ ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇസ്രായേലിൻ്റെ പ്രശ്നമൊന്നുമല്ല. ഇസ്രായേലിൻ്റെ പ്രശ്നം അവരുടെ എയർ സുപ്പീരിയോറിറ്റി അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് അവർ ഏത് വിധേനയും അതിനെ അതിജയിക്കുക തന്നെ ചെയ്യും.